ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ലോകകപ്പ് നഷ്ടമായവർ ആരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, 2026 വേൾഡ് കപ്പ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്ത മാസമാണ്, ജൂണിലാണ് വേൾഡ് കപ്പ് നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പ് നഷ്ടമാകുന്ന 2026 വേൾഡ് കപ്പ് നഷ്ടമാകുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഹ്യൂഗോ എക്കിറ്റയാണ്. ഫ്രാൻസിൻ്റെ സൂപ്പർ താരം, ഫ്രാൻസ് സൂപ്പർ താരം ഹ്യൂഗോ എക്കിറ്റയാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ സൂപ്പർ താരം, ബ്രസീൽ സൂപ്പർ താരം റോഡ്രിഗോയാണ്. മൂന്നാമത്തെ സൂപ്പർ താരം എന്ന് പറയുന്നത് ജർമ്മനിയുടെ സെർജ് ഗബ്രിയാണ്. അടുത്ത താരം എന്ന് പറയുന്നത് ബ്രസീൽ സൂപ്പർ താരമായിട്ടുള്ള എഡർ മിലിറ്റാവോയാണ്. അടുത്തത് എന്ന് പറയുന്നത് സാവി, അതായത് നെതർലാൻഡ് സൂപ്പർ താരമായിട്ടുള്ള സാവി സിമൺസ് ആണ്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് എന്തായാലും, അതായത് 2026 വേൾഡ് കപ്പ് 100% നഷ്ടമാകുന്ന താരങ്ങളെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ലോകകപ്പിന് സംശയത്തിലുള്ള സൂപ്പർ താരങ്ങളുണ്ട്. അതായത് അവർക്ക് എന്താ പറയുക, ഉണ്ടാവില്ല എന്നൊരു രീതിയിൽ നിൽക്കുന്ന കുറച്ച് താരങ്ങളുണ്ട്. അത് ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിൻ സൂപ്പർ താരമായിട്ടുള്ള ലമിൻ യമാൽ, അതുപോലെ തന്നെ തുർക്കി സൂപ്പർ താരമായിട്ടുള്ള അർദ ഗുലേർ, ഈജിപ്ത് സൂപ്പർ താരമായിട്ടുള്ള സലാഹ്, അർജന്റീന സൂപ്പർ താരമായിട്ടുള്ള റൊമേറോ, ബ്രസീൽ സൂപ്പർ താരമായിട്ടുള്ള എസ്റ്റാവോ, ക്രൊയേഷ്യ സൂപ്പർ താരമായിട്ടുള്ള മോൺട്രിച്ച്, സ്വീഡൻ സൂപ്പർ താരമായിട്ടുള്ള കുലിസെവ്സ്കി, ഇംഗ്ലണ്ട് സൂപ്പർ താരമായിട്ടുള്ള റീസ് ജെയിംസ്, ഗാന സൂപ്പർ താരമായിട്ടുള്ള ഗുഡൂസ്, ക്രൊയേഷ്യ സൂപ്പർ താരമായിട്ടുള്ള ഗാർഡിയോള് എന്നിവരൊക്കെയാണ് സംശയത്തിലുള്ള പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ജൂണിൽ നടക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടമാകുന്ന പ്ലേയേഴ്സ് ആരൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സങ്കടമെന്ന് തോന്നിയത്, അതായത് ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ, ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ എനിക്ക് സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ബ്രസീലിൻ്റെ കുറേ താരങ്ങൾ പരിക്കുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വളരെ സങ്കടമായിട്ടുള്ളത് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ, സ്പെയിനിൻ്റെ ലാമിൻ യമാലൊക്കെ സംശയമാണ്, എന്നാലും അദ്ദേഹമൊക്കെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വേൾഡ് കപ്പ് ഏറ്റവും മിസ് ചെയ്യും എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കളിയാണ്, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഒരു അർജന്റീന, അതായത് ലയണൽ മെസ്സി അർജന്റീന ആരാധകൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ റൊമേറോ ഇല്ല എന്നുള്ളത് വളരെ സങ്കടം നൽകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വേൾഡ് കപ്പ് നഷ്ടമാകുന്ന താരങ്ങളെ ലിസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്രയും ലിസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന പ്ലെയർ ആരാണെന്നുള്ളത് എന്നും കൂടി ഒന്ന് താഴെ കമൻറ്റ് അറിയിക്കട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഈ കമൻറ്റിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെയ്മർ, അതായത് ബ്രസീലിൻ്റെ നെയ്മർ ഉണ്ടാവില്ലേ, നെയ്മറിൻ്റെ പേര് ഇതിൽ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക, അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം. അതായത് ബ്രസീലിൻ്റെ കോച്ചായിട്ടുള്ള കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്മർ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇതിൽ വരാത്തത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.